വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി പഠിക്കാം. ഹൗ, ഹൂ, ഹോം ഇതൊക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി പഠിക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഡെയിലി നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ് ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രാമറിനെ പറ്റിയൊന്നും അധികം വറി ചെയ്യണ്ട. അല്ലാതെ തന്നെ കുറേ പാറ്റേൺസ് നമ്മൾ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ പറഞ്ഞ് തന്നെ പഠിക്കണം. വെറുതെ ഇങ്ങനെ വായിച്ചു പോയാൽ നമുക്ക് എല്ലാം അറിയാമെന്ന് തോന്നും. നമുക്ക് എല്ലാം കേട്ടിട്ടുള്ളതും പരിചയമുള്ള സെൻറ്റൻസുകളാണ് ഇന്നിവിടെ നമ്മൾ പറയാൻ പോകുന്നത്. പക്ഷേ നമുക്ക് എവിടെയെങ്കിലും ചെന്ന് സംസാരിക്കുമ്പോൾ നമുക്കത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഓരോ സെൻറ്റൻസും നമ്മൾ തനിയെ പറഞ്ഞു നോക്കണം. ആരും കൂടെ ഇല്ല എങ്കിൽ നമുക്കൊരു മിററിൻ്റെ മുന്നിൽ നിന്നിട്ട് നമുക്ക് ഇതേപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഡെയിലി ലൈഫിൽ നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതെന്ന് നമുക്ക് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. പറഞ്ഞ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് മടി കൂടാതെ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ ലെസണിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ ഫ്രണ്ട് ഒരു പുതിയ കാർ വാങ്ങി. അപ്പോൾ നമ്മൾ അവനെ കാണുമ്പോൾ ആദ്യമേ നമ്മൾ ചോദിക്കുന്നത് എന്താ? നിന്റെ പുതിയ കാർ എങ്ങനെയുണ്ട് എന്നല്ലേ? അതിനെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നേ? എങ്ങനെ എന്ന് പറയുന്നതിന് ഹൗ. ഹൗ ഈസ് യുവർ ന്യൂ കാർ? ഹൗ ഈസ് യുവർ ന്യൂ കാർ? ഇനി നമ്മളൊരു സന്ദർഭത്തിൽ നമ്മുടെ ഫ്രണ്ടിനെ കാണുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, അയാളുടെ അമ്മയ്ക്ക് നേരത്തെ അസുഖം ഉണ്ടായിരുന്നു. കുറെ നാൾ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ആ ഫ്രണ്ടിനെ കാണുകയാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ ചോദിക്കുന്നത്? നിന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കില്ലേ? അപ്പൊ അത് ഹൗ ഈസ് യുവർ മദർ? ഹൗ ഈസ് യുവർ മദർ? നിന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഇനി നമ്മളൊരു ഫിലിമിന് പോവുകയാണ്. ഫിലിമിന് പോയിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ കൂടെ ഉള്ളവരോട് ചോദിക്കുകയാണ്, ഫിലിം എങ്ങനെയുണ്ട്? അതായത് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ്, ഈ ഫിലിം എങ്ങനെയുണ്ട്? ഹൗ ഈസ് ദ ഫിലിം? ഹൗ ഈസ് ദ ഫിലിം? പ്രസന്റ് ടെൻസ് ആയിട്ടാണ് നമ്മൾ ഇസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, കഴിഞ്ഞിട്ടില്ലല്ലോ. ഇനി കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പുറത്തു വന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ്, നമ്മൾ എന്താ ചോദിക്കുക? ആ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ്. ഹൗ വാസ് ദ ഫിലിം? ഹൗ വാസ് ദ ഫിലിം? കഴിഞ്ഞതിനെ പറ്റി ചോദിക്കാൻ വാസ് ഉപയോഗിക്കും. ഇപ്പൊ നടന്ന് പ്രസന്റിനെ പറ്റി ചോദിക്കാൻ ഈസ് ഉപയോഗിക്കും. മനസ്സിലായില്ലേ? ഇതെല്ലാം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സെന്റൻസുകളാണ്. ചില സന്ദർഭങ്ങൾ നമ്മൾ ചോദിക്കും, അതെങ്ങനെ സാധ്യമാകും? എപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന സെന്റൻസ് ആണ്. അതെങ്ങനെ സാധ്യമാകും? ഹൗ ഈസ് ദാറ്റ് പോസിബിൾ? സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയോട് നമ്മൾ ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്? നടന്നാണോ പോകുന്നത്? സ്കൂൾ ബസ്സിലാണോ പോകുന്നത് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹൗ ഡു യു ഗോ ടു സ്കൂൾ? ഹൗ ഡു യു ഗോ ടു സ്കൂൾ? അതേപോലെ ഒരേ പാറ്റേണിൽ വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ച് പഠിക്കാം. ഹൗ ഡു യു നോ? നിനക്ക് എങ്ങനെ അറിയാം? ഹൗ ഡു യു കം? നീ എങ്ങനെയാ വരുന്നത്? ഹൗ ഡു യു റൈറ്റ്? നീ എങ്ങനെയാ എഴുതുന്നത്? ഇതെല്ലാം ഒരേ പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സപ്പോസ് നമ്മുടെ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ പോയി നമ്മൾ ഈവനിങ്ങിൽ TV കാണാനിരിക്കുകയാണ്. അതേപോലത്തെ ഏതെങ്കിലും ഒരു സന്ദർഭം നമ്മൾക്ക് ആ പുതിയൊരു TV ഒക്കെ ആകുമ്പോൾ അതിന്റെ ഓപ്പറേഷൻസ് പെട്ടെന്ന് മനസ്സിലാകില്ല, ചാനൽ ചേഞ്ച് ചെയ്യാനൊക്കെ. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുകയാണ്, ഇതെങ്ങനെയാണ് നമ്മൾ ഓൺ ചെയ്യുന്നത്? ഓൺ ചെയ്യുക എന്നുള്ളതിന് ടു ടേൺ ഓൺ. അപ്പോൾ ചോദിക്കുകയാണ്, ഈ TV എങ്ങനെയാണ് ഞാൻ ഓൺ ചെയ്യേണ്ടത്? ഹൗ ഡു ഐ ടേൺ ഇറ്റ് ഓൺ? ഇതെങ്ങനെയാണ് ഞാൻ ഓൺ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത്. ഹൗ ഡു ഐ ടേൺ ഇറ്റ് ഓൺ? എനിക്ക് സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കോളേജിൽ പോയി, അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ പോയി. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നമ്മളോട് എന്തായിരിക്കും ചോദിക്കുന്നത്? എനിക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്നല്ലേ ചോദിക്കുക. അപ്പോൾ എങ്ങനെയുണ്ട്, എങ്ങനെ അനുഭവപ്പെടുന്നു എന്ന് ചോദിക്കുന്നതിന് ടു ഫീൽ എന്നാണ്. സെന്റൻസ് എങ്ങനെയാണ് നമ്മൾ പറയുക? ഹൗ ഡു യു ഫീൽ നൗ? ഹൗ ഡു യു ഫീൽ നൗ? യു വന്നതുകൊണ്ട് നമ്മൾ അവിടെ ഡു ഉപയോഗിച്ചു. അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? അവൾക്കിപ്പോൾ എങ്ങനെയാ ഫീൽ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നതിന് നമ്മൾ എന്താ പറയുക? ഹൗ ഡസ് ഷീ ഫീൽ നൗ? ഷീ വന്നത് കൊണ്ട് ഡസ് ഉപയോഗിക്കണം. ഹൗ ഡസ് ഷീ ഫീൽ നൗ? ഹൗ ഡു യു ഫീൽ നൗ? ഡിഫറൻസ് മനസ്സിലായില്ലേ? ഹൗ ഡസ് ഹി ഫീൽ നൗ? ഹൗ ഡസ് ഷീ ഫീൽ നൗ? ഹൗ ഡസ് ഷീല ഫീൽ നൗ? ഇതെല്ലാം ഇതേ പാറ്റേണിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അവൾ എങ്ങനെയാണ് ജോലിക്ക് പോകുന്നത്? ഹൗ ഡസ് ഷീ ഗോ ടു വർക്ക്? ഹൗ ഡസ് ഷീ ഗോ ടു വർക്ക്? ഹൗ ഡസ് ഷീ ഗോ ടു സ്കൂൾ? അവൾ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്? യു ആണ് വരുന്നെങ്കിൽ ഹൗ ഡു യു ഗോ ടു സ്കൂൾ? ഹൗ ഡു യു ഗോ ടു വർക്ക്? അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിക്കുന്നതിന് ഹൗ ഡു യു നോ ദാറ്റ്? അത് അവൾക്ക് എങ്ങനെ അറിയാം? ഹൗ ഡസ് ഷീ നോ ദാറ്റ്? ഹൗ ഡസ് മായ നോ ദാറ്റ്? സ്ഥലത്തെത്തുക എന്നുള്ളതിന് നമ്മൾ റീച്ച് എന്ന വേർഡാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി നല്ല വേർഡ് ടു ഗെറ്റ് എന്ന് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാം. നീ എങ്ങനെയാ ഇവിടെ എത്തിയത്? ഹൗ ഡിഡ് യു ഗെറ്റ് ഹിയർ? നീ എങ്ങനെയാ ഇവിടെ എത്തിയത്? ഹൗ ഡിഡ് യു ഗെറ്റ് ഹിയർ? എന്തുകൊണ്ടാണ് നമ്മളവിടെ ഡിഡ് യൂസ് ചെയ്തത്? നീ
എങ്ങനെയാണ് ഇവിടെ എത്തിയത്, അതായത് വന്നു കഴിഞ്ഞു, കഴിഞ്ഞ കാലത്തെ പറ്റി പറയുന്നത് കൊണ്ടാണ് പാസ്റ്റ് ടെൻസിൽ നമ്മൾ ഡിഡ് യൂസ് ചെയ്തത്. അയാൾക്ക് എങ്ങനെയാ ആ ജോലി കിട്ടിയത്? ഇവിടെയും കഴിഞ്ഞു പോയ കാര്യത്തെ പറ്റിയാണ് നമ്മൾ ചോദിക്കുന്നത്. അയാൾക്ക് എങ്ങനെയാണ് ആ ജോലി കിട്ടിയത്? ഹൗ ഡിഡ് ഹി ഗെറ്റ് ദാറ്റ് ജോബ്? കിട്ടുക എന്നുള്ളതിന് ടു ഗെറ്റ്. അപ്പോൾ ഹൗ ഡിഡ് ഹി ഗെറ്റ് ദാറ്റ് ജോബ്? ഹൗ ഡിഡ് ഹി ഗെറ്റ് ദാറ്റ് ജോബ്? ഹൗ ഡിഡ് ഹി ഗോട്ട് ദാറ്റ് ജോബ് എന്ന് പറയില്ല കേട്ടോ. ഡിഡ് യൂസ് ചെയ്താൽ പിന്നെ നമ്മൾ വെർബിന്റെ ബേസിക് ഫോം മാത്രമേ അതിന്റെ കൂടെ യൂസ് ചെയ്യുള്ളൂ. ഇതുവരെ നമ്മൾ കണ്ടത് ഹൗ വെച്ച് ചോദിക്കുന്ന ഒരു പെർട്ടിക്കുലർ പാറ്റേൺ. ഇനി വേറൊരു പാറ്റേൺ നോക്കാം. നമുക്ക് ഇനി എത്ര സമയം ബാക്കിയുണ്ട്? ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ചോദിക്കത്തില്ലേ, ഇനി നമുക്ക് എത്ര സമയം കൂടി ഉണ്ട്? നമുക്ക് ചോദിക്കേണ്ടത് എത്ര സമയം ബാക്കിയുണ്ട് എന്നാണ്. ബാക്കിയുണ്ട് എന്ന് പറയുന്നത് ലെഫ്റ്റ് എന്ന വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സമയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അത് നമുക്ക് എണ്ണാൻ കഴിയില്ല. അതേസമയം മിനിറ്റ്സ്, സെക്കൻഡ്സ്, അവേഴ്സ് എല്ലാം നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ സമയം എന്ന് പറയുന്നത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതിനെ ഹൗ മെനി വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. കൗണ്ട് ചെയ്യാൻ പറ്റാത്തതിനെ ഹൗ മച്ച് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. എക്സാമ്പിൾസ് നോക്കാം. എത്ര സമയം ബാക്കിയുണ്ട്? ഹൗ മച്ച് ടൈം ഈസ് ലെഫ്റ്റ്. അപ്പൊ എത്ര സമയം എന്നുള്ളതിന് ഹൗ മച്ച് ടൈം, ബാക്കിയുണ്ട് ലെഫ്റ്റ്. ഹൗ മച്ച് ടൈം ഈസ് ലെഫ്റ്റ്. എന്തുകൊണ്ടാണ് ഈസ് വന്നത്? ഇവിടെ നമ്മളൊരു പ്രവൃത്തിയെ പറ്റി പറയുന്നില്ല. പ്രവൃത്തിയെ പറ്റി പറയുമ്പോൾ നമ്മൾ ഡു ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ പ്രവൃത്തിയെ പറ്റി പറയാത്തത് കൊണ്ട് ഈസ് ചേർക്കേണ്ടി വരും. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഈസ് ചേർക്കേണ്ടി വരും. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വാസ് ചേർക്കേണ്ടി വരും. ഇനി ഞാൻ ചോദിക്കണം, ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞതാ? അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ എത്ര തവണ എന്ന് പറയുന്നത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഹൗ മെനി ടൈംസ്. എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞതാ? ഹൗ മെനി ടൈംസ് ഡിഡ് ഐ ടെൽ യു? എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞതാ? കഴിഞ്ഞു പോയി, നേരത്തെ പറഞ്ഞതാണ്, അത് നീ ചെയ്തില്ല എന്നുള്ള മീനിങ്ങിലാണ് പറയുന്നത്. അപ്പൊ ഹൗ മെനിയും ഹൗ മച്ചും തമ്മിൽ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് ഹൗ മെനി വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യും. കൗണ്ട് ചെയ്യാൻ പറ്റാത്തത് ഹൗ മച്ച് വെച്ചിട്ട് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളുടേതായ എക്സാമ്പിൾസ് ആലോചിച്ച് കണ്ടുപിടിച്ച് നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കണം. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആകും. ഇനി നമ്മൾ ചോദിക്കുകയാണ്, നീ എത്ര ഭക്ഷണം കഴിച്ചു? അപ്പൊ ഭക്ഷണം എന്നുള്ളത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ഭക്ഷണം, രണ്ട് ഭക്ഷണം അങ്ങനെയൊന്നും നമ്മൾ പറയില്ലല്ലോ. അതേസമയം ഒരു പിസ്സ, ഒരു ചിക്കൻ ഫ്രൈ, ഇതൊക്കെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. ഭക്ഷണം എന്ന് പറയുന്നത് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുടെ കൂട്ടത്തിലാണ് പെടുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഹൗ മച്ച് ഫുഡ് ഡിഡ് യു ഈറ്റ്? നീ എത്ര ഭക്ഷണം കഴിച്ചു എന്നാണ് ചോദിക്കുന്നത്. കഴിഞ്ഞു പോയത് കൊണ്ടാണ് അവിടെ ഡിഡ് യൂസ് ചെയ്തത്. നീ എത്ര ചോക്ലേറ്റ് കഴിച്ചു? ചോക്ലേറ്റ് എന്ന് പറയുന്നത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യുന്ന പറ്റുന്ന സാധനമായതുകൊണ്ട് ഹൗ മെനി വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഹൗ മെനി ചോക്ലേറ്റ് ഡിഡ് യു ഈറ്റ്? ഹൗ മച്ച് ഫുഡ് ഡിഡ് യു ഈറ്റ്? ഹൗ മെനി ചോക്ലേറ്റ്സ് ഡിഡ് യു ഈറ്റ്? മനസ്സിലായില്ലേ അത് തമ്മിലുള്ള വ്യത്യാസം? ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. നീ എത്ര പണം ചെലവാക്കി? ഇവിടെ പണം എന്ന് പറയുന്നതും കൗണ്ട് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്. അതായത് രൂപ, ദിർഹംസ്, ഡോളർ, ഇതൊക്കെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ പണം, എമൗണ്ട് എന്ന് പറയുന്നത് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് ഹൗ മച്ച് മണി ഡിഡ് യു സ്പെൻഡ്? ഹൗ മച്ച് മണി ഡിഡ് യു സ്പെൻഡ്? ഹൗ മെനി മണീസ് ഡിഡ് യു സ്പെൻഡ് എന്ന് പറയില്ല. അതേസമയം ഞാൻ ചോദിക്കുകയാണ്, എത്ര രൂപ നീ ചെലവാക്കി? ഹൗ മെനി റുപ്പീസ് ഡിഡ് യു സ്പെൻഡ്? ഹൗ മെനി റുപ്പീസ് ഡിഡ് യു സ്പെൻഡ്? അപ്പോൾ ഹൗ മച്ച് മണി ഡിഡ് യു സ്പെൻഡ്? ഹൗ മെനി റുപ്പീസ് ഡിഡ് യു സ്പെൻഡ്? അതുപോലെ നമ്മൾ ഏതെങ്കിലും കടയിൽ ചെന്നിട്ട് ചോദിക്കുകയാണ്. സപ്പോസ് ഒരു ഫോൺ വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ ചോദിക്കുക? ഈ ഫോണിന് എത്രയാ വില? അപ്പൊ ഈ ഫോണിന് എത്രയാ വില? ആ വിലയെ പറ്റി ചോദിക്കുന്നത് നമ്മൾ ഹൗ മച്ച് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹൗ മച്ച് ഈസ് ദിസ് ഫോൺ? ഹൗ മച്ച് ഈസ് ദിസ് ഫോൺ? അതേപോലെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് നോക്കൂ. ഹൗ മച്ച് ഈസ് ദിസ് ബാഗ്? ഹൗ മച്ച് ഈസ് ദിസ് സംതിങ്? ഹൗ മച്ച് ഈസ് ദിസ് TV? അപ്പോൾ ഏതിൻ്റെയെങ്കിലും പ്രൈസിനെ പറ്റി ചോദിക്കുമ്പോൾ നമ്മൾ ഹൗ മച്ച് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യണം. കടയിൽ പോയിട്ട് നമ്മളൊരു സാധനം ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിക്കുകയാണ്, ഇതിനെത്രയാ വില? ഹൗ മച്ച് ഇസ് ഇറ്റ്? ഹൗ മച്ച് ഇസ് ഇറ്റ്? ഇപ്പൊ മനസ്സിലായല്ലോ. ഹൗ മച്ച് എന്ന് പറയുന്നത് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾക്കും ഹൗ മെനി എന്ന് പറയുന്നത് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾക്കും. നിനക്ക് എത്ര സഹോദരിമാരുണ്ട്? അതെങ്ങനെയാ ചോദിക്കുന്നത്? അത് നമുക്ക് കൗണ്ടബിൾ ആണ് അല്ലെ. നമ്മുടെ സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒന്നോ രണ്ടോ അങ്ങനെ. അപ്പോ ഹൗ മെനി സിസ്റ്റേഴ്സ് ഡു യു ഹാവ്? നിനക്ക് എത്ര സഹോദരിമാരുണ്ട്? ഹൗ മെനി സിസ്റ്റേഴ്സ് ഡു യു ഹാവ്? നിനക്ക് എത്ര ബ്രദേഴ്സ് ഉണ്ട്? ഹൗ മെനി ബ്രദേഴ്സ് ഡു യു ഹാവ്? ഇനി ദൂരെയുള്ള ഒരാൾ നമ്മുടെ അടുത്ത് താമസിക്കുന്നുണ്ട് ജോലി ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ അയാളെ കാണുമ്പോൾ ചോദിക്കണം, നീ എത്ര നാൾ കൂടിയാണ് നാട്ടിൽ പോകുന്നത്? അപ്പൊ എത്ര നാൾ എന്ന് പറയുന്നതിന് ഹൗ ഓഫൺ
ഹൗ ഓഫൺ എന്നാണ് പറയുന്നത്. പോകുന്ന പ്രവൃത്തി ചെയ്യുന്ന ആ ഫ്രീക്വൻസി അതിനെ കുറിക്കണം. അത് മാസത്തിലൊരിക്കലാണോ, വർഷത്തിലൊരിക്കലാണോ, വീക്കിലി ആണോ നീ നിന്റെ വീട്ടിലേക്ക് പോകുന്നത്, അതിനെ ആ ഫ്രീക്വൻസിയെ കുറിക്കാൻ പറയുന്നതാണ് ഓഫൺ എന്നുള്ളത്. അപ്പൊ നീ എത്ര നാൾ കൂടുമ്പോഴാണ് നിന്റെ വീട്ടിലേക്ക് പോകുന്നത് എന്ന് നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട്. അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? ഹൗ ഓഫൺ ഡു യു ഗോ ഹോം? ഹൗ ഓഫൺ ഡു യു ഗോ ഹോം? നീ എത്ര നാൾ കൂടുമ്പോഴാണ് വീട്ടിലേക്ക് പോകുന്നത്? ഹൗ ഓഫൺ ഡു യു സ്റ്റഡി ഇംഗ്ലീഷ്? നീ എത്ര നാൾ കൂടുമ്പോഴാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്? പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് കണ്ടിന്യൂസ് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. പറഞ്ഞു തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഹൗ ഓഫൺ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ഹൗ ഓഫൺ ഡു യു ലേൺ ഇംഗ്ലീഷ്? ഹൗ ഓഫൺ ഡു യു സ്റ്റഡി ഇംഗ്ലീഷ്? ഹൗ ഓഫൺ ഡു യു എക്സസൈസ്? എത്ര നാൾ കൂടുമ്പോഴാണ് നീ എക്സസൈസ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. എത്ര നാൾ കൂടുമ്പോഴാണ് നീ എക്സസൈസ് ചെയ്യുന്നത്? എത്ര പ്രാവശ്യം എന്നാണെങ്കിൽ ഹൗ മെനി ടൈംസ്. എത്ര നാൾ കൂടുമ്പോൾ എന്നാണെങ്കിൽ ഹൗ ഓഫൺ. ഇനി ദൂരത്തെ കുറിച്ച് പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ഹൗ ഫാർ. ഹൗ ഫാർ, എത്ര ദൂരം. നിന്റെ ഓഫീസ് നിന്റെ വീട്ടിൽ നിന്ന് എത്ര ദൂരെയാണ് എന്നെങ്ങനെയാ ചോദിക്കുന്നത്? ഹൗ ഫാർ ഈസ് യുവർ ഓഫീസ് ഫ്രം യുവർ ഹോം? ഹൗ ഫാർ ഈസ് യുവർ ഓഫീസ് ഫ്രം യുവർ ഹോം? നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ ഓഫീസിലേക്ക് എത്ര ദൂരം ഉണ്ടെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇനി ഇങ്ങനെ ചോദിക്കണം, ഇവിടെ നിന്ന് സിനിമയ്ക്ക് പോകാൻ, അതായത് സിനിമ തിയേറ്ററിലേക്ക് പോകാൻ എത്ര ദൂരമുണ്ട്? ഹൗ ഫാർ ഈസ് ഇറ്റ് ടു ദ സിനിമ ഫ്രം ഹിയർ? ഹൗ ഫാർ ഈസ് ഇറ്റ് ടു ദ സിനിമ ഫ്രം ഹിയർ? ഇവിടെ നിന്ന് സിനിമയിലേക്ക് എത്ര ദൂരമുണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഹൗ ഫാർ ഈസ് ദ സിനിമ ഫ്രം ഹിയർ? ഇങ്ങനെ നമുക്ക് ചോദിക്കാം. ഹൗ ഫാർ ഈസ് ഇറ്റ് ടു ദ സിനിമ ഫ്രം ഹിയർ ഓർ ഹൗ ഫാർ ഈസ് ദ സിനിമ ഫ്രം ഹിയർ? ഇത് രണ്ടും കറക്റ്റ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് എത്ര നന്നായി എന്നെ അറിയാം? എത്ര നന്നായി എന്ന് ഉള്ള വേർഡ് ഹൗ വെൽ എന്നാണ്. എത്ര നന്നായി നമ്മൾ ചോദിക്കില്ലേ, നിങ്ങൾക്ക് എത്ര നന്നായിട്ട് അറിയാം എന്ന് ചോദിക്കണം. കുറെ നാളായി പരിചയമുണ്ടല്ലോ, നിങ്ങൾക്ക് എന്നെ എത്ര നന്നായിട്ട് അറിയാം? ഹൗ വെൽ എന്നാണ് എത്ര നന്നായി എന്നുള്ളതിന്റെ വേർഡ്. ഹൗ വെൽ ഡു യു നോ മീ? അതായത് നിങ്ങൾക്ക് എത്ര നന്നായിട്ട് എന്നെ അറിയാം എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നിനക്ക് എത്ര വയസ്സുണ്ട് എന്ന് എങ്ങനെ ചോദിക്കും? ഇത് നമ്മൾ ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡ് മുതൽ പഠിച്ചു തുടങ്ങുന്നതാണ്. ഹൗ ഓൾഡ് ആർ യു? ഹൗ ഓൾഡ് ആർ യു? എന്നാൽ നിന്റെ അച്ഛൻ എത്ര വയസ്സുണ്ടെന്ന് എങ്ങനെയാ ചോദിക്കുന്നത്? ഹൗ ഓൾഡ് ഈസ് യുവർ ഫാദർ? ഹൗ ഓൾഡ് ഈസ് യുവർ ഫാദർ? ഹൗ ഓൾഡ് ഈസ് യുവർ സൺ? നിന്റെ മകൻ എത്ര വയസ്സുണ്ട്? ഹൗ ഓൾഡ് ഈസ് യുവർ സൺ? ഇനി എത്ര നീളമുണ്ട് എന്ന് ചോദിക്കുന്നതിന് ഹൗ ലോങ്. ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എത്ര നീളമുണ്ട് എന്നാണ്. ഈ കയറിന് എത്ര നീളമുണ്ട്, അല്ലെങ്കിൽ ഈ ടേപ്പിന് എത്ര നീളമുണ്ട്? ഹൗ ലോങ് ഈസ് ദിസ് റോപ്പ്? ഹൗ ലോങ് ഈസ് ദിസ് റോപ്പ്? ഈ ബ്രിഡ്ജിന് എത്ര നീളമുണ്ട്? ഹൗ ലോങ് ഈസ് ദിസ് ബ്രിഡ്ജ്? ബ്രിഡ്ജിന് എത്ര നീളമുണ്ട്? ഹൗ ലോങ്. ഒരു കാര്യം ചെയ്യാൻ എടുക്കുന്ന സമയത്തിനെയും കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഹൗ ലോങ് യൂസ് ചെയ്യും. നീ എത്ര നേരമായി കാത്തു നിൽക്കുന്നു? ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ? നീ ഇവിടെ എത്ര നേരമായിട്ട് കാത്തു നിൽക്കുക? ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ? അപ്പോൾ ഇവിടെ ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എത്ര നേരമായി എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. എത്ര നേരം നീ കാത്തു നിന്നു? നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളെ കുറേ നേരം കാത്തു നിന്നു, പക്ഷെ നമ്മൾ തമ്മിൽ മീറ്റ് ചെയ്തില്ല. അപ്പോൾ വന്നിട്ട് പിന്നെ കണ്ടപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നീ എത്ര നേരം എന്നെ അവിടെ കാത്തു നിന്നു? ഹൗ ലോങ് ഡിഡ് യു വെയിറ്റ്? ഹൗ ലോങ് ഡിഡ് യു വെയിറ്റ്? അവിടെ ഡിഡ് യൂസ് ചെയ്തത് കണ്ടോ? അതായത് പാസ്റ്റ് ടെൻസ് ആണ്, അതുകൊണ്ടാണ് ഡിഡ് യൂസ് ചെയ്തത്. ഹൗ ലോങ് ഡിഡ് യു വെയിറ്റ്? ഇത് എത്ര നേരം എടുക്കും, അല്ലെങ്കിൽ ഈ ഒരു ജോലി ഫിനിഷ് ചെയ്യാൻ എത്ര നേരം എടുക്കും? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക്? ഇത് എത്ര നേരം എടുക്കും എന്ന് നമ്മൾ ചോദിക്കില്ലേ? അപ്പോൾ പറയുന്നത് ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക്. ഇറ്റ് വന്നത് കൊണ്ടാണ് ഡസ് അവിടെ യൂസ് ചെയ്തത്. നീ എത്ര നാൾ മലേഷ്യയിൽ ഉണ്ടായിരുന്നു? നീ എത്ര നാൾ മലേഷ്യയിൽ സ്റ്റേ ചെയ്തു? അപ്പോൾ ഇത് പാസ്റ്റ് ടെൻസ് ആണ്. ഹൗ ലോങ് വാസ് യുവർ സ്റ്റേ ഇൻ മലേഷ്യ? ഹൗ ലോങ് വാസ് യുവർ സ്റ്റേ ഇൻ മലേഷ്യ? മലേഷ്യയിൽ നീ എത്ര നാൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇനി ഒരു ബിൽഡിംഗ് കാണുകയാണ്, നമ്മൾ ബുർജ് ഖലീഫയെ പോലുള്ള ബിൽഡിംഗ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ചോദിക്കുക എത്ര നീളമുണ്ട്, എത്ര നീളമുണ്ട്, അല്ലെങ്കിൽ എത്ര ഉയരമുണ്ട്. ഹൗ ഹൈ എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഈ ബിൽഡിങ്ങിന് എത്ര ഉയരമുണ്ട്, അതിന് നമ്മൾ ഹൗ ഹൈ എന്ന് യൂസ് ചെയ്യും. ഹൗ ഹൈ ഈസ് ദിസ് ബിൽഡിംഗ്? ഹൗ ഹൈ ഈസ് ദിസ് ബിൽഡിംഗ്? ഹൗ ഹൈ ഈസ് ദിസ് വാൾ? ഹൗ ഹൈ ഈസ് ദിസ് മൗണ്ടൻ? ഇതെല്ലാം ആ ഒരു പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതേസമയം ഒരാളുടെ ഹൈറ്റിനെ പറ്റി പറയുന്നതിന് നമ്മൾ ഹൈ യൂസ് ചെയ്യില്ല, ടോൾ എന്നാണ്. ഹൗ ടോൾ? ഹൗ ടോൾ, എത്ര ഉയരം എന്നാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. അവൾക്ക് എത്ര ഉയരമുണ്ട്? ഹൗ ടോൾ ഈസ് ഷീ? അവൻ എത്ര ഉയരമുണ്ട്? ഹൗ ടോൾ ഈസ് ഹീ?
അപ്പോൾ ഇവിടെ നമ്മൾ ഹൈ എന്ന് യൂസ് ചെയ്യാൻ പാടില്ല, ടോൾ ആണ് യൂസ് ചെയ്യുന്നത്. ഹൗ ഹൈ ഈസ് ഷീ എന്ന് പറയല്ലേ, അത് തെറ്റാണ്. ഹൗ ടോൾ ഈസ് ഷീ, ഹൗ ടോൾ ഈസ് ദ ട്രീ. ട്രീയെ പറ്റി പറയുമ്പോൾ നമ്മൾ ടോൾ ആണ് യൂസ് ചെയ്യുന്നത്. ഹൗ ടോൾ ഈസ് ദ ട്രീ. ഇനി നമുക്ക് ഡെപ്തിനെ പറ്റി പറയാം. ഈ നദിക്ക് എത്ര ആഴമുണ്ട്, ഈ നദിക്ക് എത്ര ആഴമുണ്ട്. ഹൗ ഡീപ്പ് ഈസ് ദിസ് റിവർ. ഈ നദിക്ക് എത്ര ആഴമുണ്ട്. ഹൗ ഡീപ്പ് ഈസ് ദിസ് റിവർ. പുറത്ത് എത്ര തണുപ്പുണ്ട്. തണുപ്പ് രാജ്യങ്ങളിലൊക്കെ പോയാൽ നമ്മൾ നോർമലായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പുറത്ത് എത്ര തണുപ്പുണ്ട്. ഹൗ കോൾഡ് ഈസ് ഇറ്റ് ഔട്ട്സൈഡ്. ഹൗ കോൾഡ് ഈസ് ഇറ്റ് ഔട്ട്സൈഡ്. അതേപോലെ ചോദിക്കാം, പുറത്ത് എത്ര ചൂടുണ്ട്. ഹൗ ഹോട്ട് ഈസ് ഇറ്റ് ഔട്ട്സൈഡ്. ഹൗ ഹോട്ട് ഈസ് ഇറ്റ് ഔട്ട്സൈഡ്. ഈ റോഡിന് എത്ര വീതിയുണ്ട്. വീതി എന്ന് പറയുന്നതിന് വിഡ്ത്ത് എന്നാണ്. അപ്പോൾ വീതിയുണ്ട് എന്ന് പറയാനായിട്ട് വൈഡ് എന്ന് യൂസ് ചെയ്യാം. ഈ റോഡിന് എത്ര വീതിയുണ്ട്. ഹൗ വൈഡ് ഈസ് ദിസ് റോഡ്. നിങ്ങളുടെ നെറ്റ്വർക്കിന് എത്ര സ്പീഡുണ്ട്. നമുക്കെല്ലാം നെറ്റ്വർക്ക് പോയാൽ ഭയങ്കര ടെൻഷനാണ് അല്ലേ. നെറ്റ്വർക്ക് ഇല്ലാത്ത ഒരു ലോകത്ത് നമുക്കിപ്പോൾ ജീവിക്കാൻ കഴിയില്ല എന്ന സ്ഥിതി വന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ നെറ്റ്വർക്കിന് എത്ര സ്പീഡുണ്ട്. ഹൗ ഫാസ്റ്റ് ഈസ് യുവർ നെറ്റ്വർക്ക്. നമ്മളുടെ നെറ്റ്വർക്ക് എത്ര ഫാസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. നിങ്ങളുടെ നെറ്റ്വർക്ക് എത്ര ഫാസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. ഹൗ ഫാസ്റ്റ് ഈസ് യുവർ നെറ്റ്വർക്ക്. ഇത്രയും നേരം ഹൗ വെച്ചിട്ട് പല പല പാറ്റേൺ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഹൂവിനെ പറ്റിയിട്ട് പറയാം. WHO, ഹൂ. കുട്ടികളുടെ പാരന്റ്സ് മീറ്റിങ്ങിന് എല്ലാവരും പോകുന്നതാണ്. അപ്പോൾ കണ്ടിട്ടില്ലേ, പാരന്റ്സ് മീറ്റിംഗിൽ നമ്മൾ ക്ലാസ് റൂമിൽ ചെന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒരു പാരന്റ് കഴിയുമ്പോൾ ടീച്ചർ ചോദിക്കും, ഇനി അടുത്തത് ആരാണ് വെയിറ്റ് ചെയ്യുന്നത്, ഇനി അടുത്തത് ആരാണ് എന്ന് ചോദിക്കും. അതെങ്ങനെയാ ചോദിക്കുന്നത്. ഹൂ ഇസ് നെക്സ്റ്റ്, ഹൂ ഇസ് നെക്സ്റ്റ്, ഹൂ ഇസ് നെക്സ്റ്റ് എന്ന് പറയുന്നതിനെക്കാട്ടിലും എളുപ്പം സ്പോക്കണിൽ ഹൂസ് നെക്സ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. ക്ലാസ്സിലെ ടീച്ചർ ചോദിക്കുകയാണ്, ആരാണ് ലീവ്. അതെങ്ങനെ പറയും. വരാതിരിക്കുക എന്നുള്ളതിന് ആബ്സെന്റ് എന്ന വേർഡാണ് യൂസ് ചെയ്യുന്നത്. ഹൂ ഇസ് ആബ്സെന്റ്, ഹൂ ഇസ് ആബ്സെന്റ്, ഹൂ ഇസ് ആബ്സെന്റ് എന്നുള്ളതിന് ഹൂസ് ആബ്സെന്റ് എന്ന് നമുക്ക് ചോദിക്കാം. ആ പെൺകുട്ടി ആരാണ്. ഹൂ ഇസ് ദാറ്റ് ഗേൾ, ഹൂ ഇസ് ദാറ്റ് ഗേൾ. എന്നാൽ ആ പെൺകുട്ടികൾ ആരൊക്കെയാണ് എന്ന് പറയാനോ. ഹു ആർ ദോസ് ഗേൾസ്. ആ പെൺകുട്ടികൾ ആരൊക്കെയാണ്. ഹു ആർ ദോസ് ഗേൾസ്. സിംഗുലർ വന്നപ്പോൾ ഹു ഇസ് ദാറ്റ് ഗേൾ, പ്ലൂറൽ വന്നപ്പോൾ ഹു ആർ ദോസ് ഗേൾസ്. അതേപോലെ നിന്റെ ഏറ്റവും അടുത്ത ബെസ്റ്റ് ഫ്രണ്ട് ഏതാണ്. ഹു ഇസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്, ഹു ഇസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്, ഹു ഇസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. നിന്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്. ഹു ആർ യുവർ ഫ്രണ്ട്സ്, ഹു ആർ യുവർ ഫ്രണ്ട്സ്. ആരാണ് വിളിക്കുന്നത്. ഹൂസ് കോളിംഗ്, ഹൂസ് കോളിംഗ്, ഹൂസ് കോളിംഗ്, ഹൂ ഈസ് കോളിംഗ് എന്നാണ്. ഹൂസ് കോളിംഗ്. ആരാണ് വിസിലടിക്കുന്നത്. വിസിലടിക്കുക എന്ന് പറയുന്ന സ്പെല്ലിംഗ് കണ്ടോ. അതിനകത്ത് ടി സൈലന്റ് ആണ്, ടി നമ്മൾ പറയില്ല. അപ്പോൾ ആരാണ് ചൂളമടിക്കുന്നത്. ഹൂസ് വിസ്ലിംഗ്, ഹൂസ് വിസ്ലിംഗ്. ആരാണ് ഈ കാർ ഓടിക്കുന്നത്. അതായത് ഇപ്പോൾ ഓടിക്കുന്നതല്ല, പതിവായിട്ട് ആരാണ് ഈ കാർ ഓടിക്കുന്നത് എന്നുള്ളതാണ് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഹൂ ഡ്രൈവ്സ് ദ കാർ. ഇവിടെ ശ്രദ്ധിച്ചോ, ഹൂ ഡ്രൈവ്സ് ദ കാർ. ഇവിടെ ഇസ് ഉപയോഗിക്കത്തില്ല, ഡു ഉപയോഗിക്കത്തില്ല. ഹൂ ഡ്രൈവ്സ് ദ കാർ. സാധാരണ നമ്മൾ ഹൗ, വാട്ട്, വൈ ഒക്കെ ചേർത്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ ഡസ് ചേർക്കണമെന്നല്ലേ. വാട്ട് ഡസ്, ഹൗ ഡസ്, ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുക. പക്ഷെ ഇവിടെ നമ്മൾ അതൊന്നും യൂസ് ചെയ്യാതെ ഹൂ വന്നപ്പോൾ ഹൂ ഡ്രൈവ്സ്. ഹൂവിനുള്ള ഒരു പ്രത്യേകതയാണ്, അത് മനസ്സിലാക്കി വെക്കണം. ഹൂ ഡ്രൈവ്സ് ദ കാർ. ഹൂ ഡസ് ഡ്രൈവ് ദ കാർ എന്ന് പറയണ്ട. ആരാണ് ഈ കണ്ണാടി പൊട്ടിച്ചത്. അതായത് എപ്പോഴും പൊട്ടിക്കുന്നു എന്നല്ല, ഇപ്പൊ പൊട്ടിച്ചോണ്ടിരിക്കുന്നു എന്നല്ല, പൊട്ടിച്ചു കഴിഞ്ഞു. അപ്പോൾ ആരാണ് ഈ കണ്ണാടി പൊട്ടിച്ചത്. അപ്പോൾ പൊട്ടിച്ചു എന്നുള്ളതിനെ, പൊട്ടിക്കുക എന്നുള്ളതിനെ ബ്രേക്ക് എന്ന് പറയും, പൊട്ടിച്ചു എന്നുള്ളതിനെ ബ്രോക്ക് എന്ന് പറയും. ഹൂ ബ്രോക്ക് ദിസ് മിറർ. ആരാണ് ഈ കണ്ണാടി പൊട്ടിച്ചത്. ഹൂ ബ്രോക്ക് ദിസ് മിറർ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, പാസ്റ്റ് ടെൻസ് പറഞ്ഞപ്പോൾ നമ്മൾ ഡിഡ് യൂസ് ചെയ്തിട്ടില്ല. ഹൂ ഡിഡ് ബ്രേക്ക് ദ മിറർ എന്നൊന്നും പറയണ്ട. ഹൂ ബ്രോക്ക് ദ മിറർ, ഹൂ ബ്രോക്ക് ദിസ് മിറർ എന്ന് പറഞ്ഞാൽ മതി. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ആരാണ് കത്തെഴുതിയത്. കത്തെഴുതുക എന്നുള്ളതിന് ടു റൈറ്റ് എ ലെറ്റർ എന്നാണ്. പക്ഷെ ഇവിടെ നമ്മൾ കഴിഞ്ഞു പോയ കാര്യത്തിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ആരാണ് കത്തെഴുതിയത്. ഹൂ റോട്ട് ദ ലെറ്റർ, ഹൂ റോട്ട് ദ ലെറ്റർ. അതായത് ആ ഒരു പെർട്ടിക്കുലർ ലെറ്റർ എഴുതിയത് ആരാണെന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ദ അവിടെ വന്നത്. ഹൂ റോട്ട് ദ ലെറ്റർ. ഇനി ഒരു എക്സാമ്പിൾ നോക്കൂ. ആർക്കാണ് നീ കത്തെഴുതിയത്. നേരത്തെ നമ്മൾ ചോദിച്ചത് ആരാണ് ഈ കത്തെഴുതിയത് എന്നാണ്. ഇപ്പൊ ചോദിക്കുന്ന ആർക്കാണ് ആ കത്തെഴുതിയത്. ആർക്കാണ് നീ കത്തെഴുതിയത്. ടു ഹൂം ഡിഡ് യു റൈറ്റ് ദ ലെറ്റർ. ടു ഹൂം ഡിഡ് യു റൈറ്റ് ദ ലെറ്റർ. ഹൂ എന്നല്ല യൂസ് ചെയ്തിരിക്കുന്നത്, ഹൂം എന്നാണ്. ആർക്ക്, ഹൂം. ഇനി നമുക്കിത് വേറൊരു രീതിയിലും പറയാം. ഹൂം ഡിഡ് യു റൈറ്റ് ദ ലെറ്റർ ടു.
ആ ടൂവിനെ, ആദ്യത്തെ ടൂവിനെ എടുത്തിട്ട് ഏറ്റവും ലാസ്റ്റിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. ഹൂം ഡിഡ് യു റൈറ്റ് ദ ലെറ്റർ ടു? ഈ രണ്ട് സെന്റൻസും കറക്റ്റ് ആണ്. ഈ രണ്ട് ക്വസ്റ്റ്യൻ പാറ്റേൺ കറക്റ്റ് ആണ്. ആരുടെ കൂടെയാണ് നീ വർക്ക് ചെയ്യുന്നത്? വിത്ത് ഹോം. വിത്ത് ഹോം ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. വിത്ത് ഹോം ഡു യു വർക്ക്? ആരുടെ കൂടെയാണ് നീ വർക്ക് ചെയ്യുന്നത്? അല്ലെങ്കിൽ നമുക്ക് പറയാം ഹോം ഡു യു വർക്ക് വിത്ത്. നേരത്തെ ടു യൂസ് ചെയ്തതുപോലെ തന്നെ ഇവിടെ വിത്ത് എന്ന വേർഡ് ലാസ്റ്റിൽ കൊണ്ടുവന്ന് നമുക്ക് പ്ലേസ് ചെയ്യാം. ഹോം ഡു യു വർക്ക് വിത്ത്, ഹോം ഡു യു വർക്ക് വിത്ത്, ഓർ വിത്ത് ഹോം ഡു യു വർക്ക്. ഇത് രണ്ടും കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. വിത്ത് ഹോം ഡു യു വർക്ക് ഓർ ഹോം ഡു യു വർക്ക് വിത്ത്. ആരെയാണ് നീ കല്യാണത്തിന് ക്ഷണിച്ചത്? ക്ഷണിക്കുക എന്നുള്ളതിന് ഇൻവൈറ്റ്, ടു ഇൻവൈറ്റ്. ആരെയാണ് നീ കല്യാണത്തിന് ക്ഷണിച്ചത്? പാസ്റ്റ് ടെൻസ് ആണ് കേട്ടോ. ഹൂം ഡിഡ് യു ഇൻവൈറ്റ് ദ മാരേജ്? ആരെയാണ് എന്നുള്ളതിന് അറിയാലോ, ഹൂം. ഹൂം ഡിഡ് യു ഇൻവൈറ്റ് ദ മാരേജ്? ഇവിടെ ഡിഡ് യൂസ് ചെയ്തത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ്. ക്ഷണിച്ച് കഴിഞ്ഞു, കഴിഞ്ഞ പ്രവൃത്തിയെ കാണിക്കാനാണ് ഡിഡ് യൂസ് ചെയ്തത്. ഹൂം ഡിഡ് യു ഇൻവൈറ്റ് ദ മാരേജ്? നീ ആരോടാണ് സംസാരിച്ചത്? ഹൂം ഡിഡ് യു സ്പീക്ക് ടു? ഇതും പാസ്റ്റ് ടെൻസ് ആണ്, സംസാരിച്ചു കഴിഞ്ഞു. ഹൂം ഡിഡ് യു സ്പീക്ക് ടു? നീ ആരോടാണ് സംസാരിച്ചത്? ഇനി ഞാൻ 2 സെന്റൻസസ് ഇവിടെ കൊടുക്കാൻ പോവുകയാണ്. നിങ്ങൾ അതിന്റെ കറക്റ്റ് ആൻസർ കമന്റ് ബോക്സിൽ ഇടണം. ക്വസ്റ്റ്യൻ നമ്പർ 1, വേൾഡിലെ ബെസ്റ്റ് ഫുട്ബോളർ ആരാണ് എന്ന് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 2, ആരാണ് നിന്റെ കൂടെ ഉള്ളത്? ആരാണ് നിന്റെ കൂടെ ഉള്ളത്? ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. പക്ഷെ ഈ രണ്ടിന്റെയും ആൻസേഴ്സ് നിങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.